നിയമസഭയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു. തത്സമയം ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പീക്കറുടെ ചേംബറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അതിനത്ര പ്രാധാന്യമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കാരണം അത്രയും ഒരു വയലൻ്റായോ എന്തെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായില്ല. പ്രതിഷേധമുണ്ടായി. സഭാ നടപടികൾ സംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നത്. പിന്നെ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത്, സാർ അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹരിക്കും. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞാൽ പേര് പറയാം, അത് പേര് പറഞ്ഞാൽ അംഗത്തിനൂടി മോശമാകുന്നുള്ളതുകൊണ്ടാണ് ചെയർ പരാമർശിക്കാത്തത്. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. സാർ, അങ്ങ് വിലക്കിയിട്ടും അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ച് ആൻഡ് വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമായിട്ട് കൂടെ അങ്ങ് അവരെ വിലക്കി ചെയ്യരുത് എന്ന് പറഞ്ഞു. ചെയർ പറയുന്നതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. അത് കൂടുതൽ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ചൻ വാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ചൻ വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവം ചെയറിന് വാച്ചൻ വാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. യെസ്, ബഹുമാനപ്പെട്ട സർ, അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറെ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സാർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സാർ അങ്ങനെയല്ലേ ചാടിക്കയറിയത്? സാർ ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങളാണ് ചാടിക്കയറിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു, അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സാർ. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സാർ ഒരു മിനിറ്റ് ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സാർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. സാർ, ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്കാ ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം. മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ
തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല. അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. ഒരു മിനിറ്റ് മനസ്സിലായി. ഈ ബഹുമാന്യായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൾ വാങ്ങിയാൽ മൂന്നാമത്തെയാൾ ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു എന്ന്. സാർ, ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത് ഒന്ന് അദ്ദേഹം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാർ, ഡൽഹി കലാപത്തിന് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്ത് കാണുന്നതും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി MP രാജേഷ്. വംശഹത്യക്ക് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിക്കെതിരെ അല്ല, അന്ന് പാർലമെന്ററി സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തിയില്ല. ഒരേ കാര്യം തന്നെ പറയുന്നത് അല്ലല്ല അങ്ങ് കേൾക്ക്. അങ്ങ് എന്താ ഇത്ര അസഹിഷ്ണുത? അത്ര വേണ്ട, അത്ര അസഹിഷ്ണുതയൊന്നും വേണ്ട. എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ്. സോണിയാഗാന്ധി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചോ? അധിക്ഷേപിച്ചില്ല. ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇരട്ടത്താപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ബാലി കോഹ്ലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി എറണാകുളത്ത്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവിടെ നടത്തി. ഇതെന്ത് ന്യായമാണ് സർ? മറുപടി കേൾക്കാൻ നിൽക്കണ്ടേ? ഒരു ഡിബേറ്റിലേക്ക് പോകുമ്പോ 2 പക്ഷവും പറയാൻ കേൾക്കണ്ടേ? അങ്ങ് പറഞ്ഞോ
അങ്ങയുടെ നിരയോട് മിണ്ടാതിരിക്കാൻ പറ. യെസ്, അങ്ങ് സംസാരിച്ചു, അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല. യെസ്. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം. കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത്, അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് താക്കൂറും ഞാനും മാത്രമല്ല, രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിൽ ഇടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. ഞങ്ങൾ തിരുത്താമല്ലോ. പ്രതിപക്ഷ മേധാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു. എന്റെ വകുപ്പൊന്നും മാറ്റിക്കളയരുത്. പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. അങ്ങേക്ക് പെട്ടെന്നാകെ നിലയങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ട് പണ്ട് എല്ലാം ആധികാരികമായി പറയുന്ന ആള് എവിടെ നിൽക്കുന്നതിന് തെളിവാണ്. സാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയ സമ്പത്തും ഒക്കെയുള്ള ഒരാൾ പറയാവുന്ന താരതമ്യമാണോ സാർ അത്? ഇവിടെ ഒരു പരിപാടി അസംബ്ലിയുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലേ? മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞു വരുന്നു, അവിടെ നിൽക്കുന്നു, കാറിന്റെ മുൻപിൽ ഈ പോറ്റി നിൽക്കുന്നു, മാറി നിൽക്കാൻ കൈകൊണ്ട് കാണിക്കുന്നു, കാറിലേക്ക് കയറി പോകുന്നു. ഇതല്ലേ യഥാർത്ഥം നടന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് കയറി ചെല്ലാൻ കഴിയോ? നേരെ ശശി തരൂർ എത്ര നാളായി കാത്തു നിന്നിട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗുലാം നബി ആസാബിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത്? എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി? കെ കരുണാകരൻ, ലീഡർ കരുണാകരൻ, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? മൂപ്പനാർക്ക് കിട്ടിയോ? അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കം. ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ മേധാവ് BJPയുടെ നാവായി മാറിയിരിക്കുന്നു അറിയാൻ സാർ. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹം എങ്ങനെ ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രിയല്ല, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി MLA-യിൽ കയർ വകുപ്പ് മന്ത്രി എന്നതിൽ ഞാൻ പറഞ്ഞു, അങ്ങ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു. അങ്ങ് പറഞ്ഞു ഈ പാർലമെന്ററി കാര്യമന്ത്രി അവിടേക്ക് മാർച്ച് നടത്തിയതാണ്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് രേഖകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ അഭിപ്രായം പക്ഷെ അങ്ങേക്ക് ജനതാല്പര്യമല്ല. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിരവധി അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ മേധാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.